ഫ്രഞ്ച് അധിനിവേശത്തെക്കുറിച്ചുണ്ടായ രാജ്യത്തിലെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെന്ന് എഴുത്തുകാരൻ NS മാധവൻ. നോവലിന്റെ 50ാം വാർഷികത്തിൽ വടകര സാഹിത്യവേദി സംഘടിപ്പിച്ച M മുകുന്ദൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. ഫ്രഞ്ച് അധിനിവേശത്തെക്കുറിച്ചുണ്ടായ രാജ്യത്തിലെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെന്ന് എഴുത്തുകാരൻ NS മാധവൻ. നോവലിന്റെ 50ാം വാർഷികത്തിൽ വടകര സാഹിത്യവേദി സംഘടിപ്പിച്ച M മുകുന്ദൻ സാഹിത്യോത്സവം ക്രിസ്റ്റൽ ഗ്രാൻഡ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രഞ്ച് അധീശത്വത്തെക്കുറിച്ച് 2015 ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഇന്ത്യൻ വാർ എന്നുകൊണ്ട് ഒരു ഫ്രഞ്ചുകാരൻ ക്ലോഡ് ആർപി എന്ന് പറഞ്ഞൊരു ഫ്രഞ്ചുകാരൻ എഴുതിയ ഒരു നോവലുണ്ട്. UR അനന്തമൂർത്തിയുടെ ഭാരതീപുരയിൽ ഈ ഫ്രഞ്ച് അധീശത്വത്തെക്കുറിച്ചുള്ള സ്വാധീനമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോക സാഹിത്യത്തിലും ഭാരതീയ സാഹിത്യത്തിലും ഫ്രഞ്ച് അധീശത്തെക്കുറിച്ച് അതിൻ്റെ സമൂഹത്തിലുണ്ടാക്കുന്ന ചരിത്രത്തിലുണ്ടാക്കുന്ന വിള്ളലുകളെയും മാറ്റങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇതൊരു വലിയ നാഴികക്കല്ലാണ്. ഒരു വലിയ കുറവാണ് നികത്തിയിരിക്കുന്നത്. ഒരു വലിയ സാമ്രാജ്യ ശക്തി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല തരത്തിലുള്ള ജനങ്ങളെ അടിച്ചമർത്തിയിട്ടു അവർ അവശേഷിപ്പിച്ചു പോയ അതിൻ്റെ ഏറ്റവും മൃദുവായ പതിപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്നത്. അവർ അവശേഷിച്ചു പോയ മാനസികവും ചരിത്രപരവും സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതമായിരിക്കും. പക്ഷെ ആ കുറവ് നികത്തി എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ഇവിടെ ശാസകൻ്റെ സ്പർശം മൃദുവാണ് എന്ന് മറന്നാൽ ബന്ധനം തന്നെയാണ്. സാഹിത്യവേദി പ്രസിഡന്റ് വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M മുകുന്ദന് ഡോക്ടർ AK രാജൻ ആദരപത്രം നൽകി. അമരാവതി രാധാകൃഷ്ണൻ പൊന്നാട അണിയിച്ചു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പുതിയ പതിപ്പ് സാറ ജോസഫ് സുഭാഷ് ചന്ദ്രന് നൽകിയും ഇംഗ്ലീഷ് പരിഭാഷ NS മാധവൻ ഡോക്ടർ EV രാമകൃഷ്ണന് നൽകിയും എംബസിക്കാലം 2ാം പതിപ്പ് ഡോക്ടർ V രാജൻ ഡോക്ടർ KM ഭരതന് നൽകിയും പ്രകാശിപ്പിച്ചു. PP ദാമോദരൻ അതിഥികൾക്ക് ഉപഹാരം നൽകി. ചടങ്ങിൽ M മുകുന്ദൻ എഴുത്തും ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്ടർ EV രാമകൃഷ്ണൻ സംവാദം നടത്തി. മലയാള നോവൽ മുകുന്ദനിലൂടെ സഞ്ചരിച്ച ദൂരങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ V രാജകൃഷ്ണനും M മുകുന്ദന്റെ രചനകളിൽ തെളിയുന്ന ജീവിത ദർശനം എന്ന വിഷയത്തിൽ സാറ ജോസഫും സംസാരിച്ചു. PP രാജൻ, PK രാമചന്ദ്രൻ, പുറന്തോടത്ത് ഗംഗാധരൻ, വിജയൻ മടപ്പള്ളി, TK വിജയരാഘവൻ, T സതീഷ് ബാബു, ഡോക്ടർ KM ജയശ്രീ, TG മയ്യന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വസാഹിത്യകാരനാകുക സ്വപ്നം ഉപേക്ഷിക്കും. അതിലും എത്രയോ നല്ലതാണ്, എത്രയോ വലുതാണ് നമ്മുടെ സാഹിത്യകാരനാകുന്നത്, നമ്മുടെ സ്വന്തം സാഹിത്യകാരനാകുന്നത്. അപ്പം ഒരുപക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ലോകം നമ്മളെ അംഗീകരിക്കുമായിരിക്കും. പക്ഷെ അംഗീകരിച്ചിട്ട് പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ ലോകത്തിൽ ജീവിച്ചാൽ മതി. നമ്മൾ ജനിച്ചപ്പോഴാണ് ലോകം. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് വിസ്തൃതമായിരിക്കണം, വിശാലമായിരിക്കണം. അതും എൻ്റെ ഒരു എഴുത്തിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു സങ്കല്പമാണ്. ഒരു ചെറിയൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴും കാല് അവിടെയാണ്, പക്ഷേ എൻ്റെ തല ആകാശത്ത് മുട്ടണമെന്നുള്ളതാണ്. അതാണ് എൻ്റെ ആഗ്രഹം. കാല് മണ്ണിലാണ്. ആ മണ്ണിനെ ഞാൻ ഉപേക്ഷിച്ച് പോവില്ല. തല എത്ര വേണമെങ്കിലും എത്ര മുകളിലേക്കെങ്കിലും പോയിക്കൊള്ളട്ടെ. ആകാശം തൊട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ എഴുത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വ്യക്തമായിട്ട് നിർവചിക്കാൻ കഴിയില്ല. എന്താണ് എഴുത്തിൻ്റെ
പങ്ക് എന്നും അല്ലെങ്കിൽ എന്താണ് എഴുത്ത് എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് നിർവചിക്കാൻ കഴിയില്ല. പക്ഷെ അതേസമയത്ത് തന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു ബോധ്യമുണ്ടാകണം. നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തണം. അത് പിന്നെ നമ്മുടെ ഓരോ വാചകത്തിൽ നമ്മളുടെ ഓരോ വാക്യം ഈ സമൂഹത്തെക്കുറിച്ചുള്ള ആദ്യം പ്രതിഫലിക്കണമെന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.